നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലരുടെ പ്രസംഗങ്ങളാണ്. അതുകൊണ്ടാണ് സമയദൈർഘ്യം നിങ്ങൾക്ക് തോന്നുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനും കർദിനാളുമായ മാർ ക്ലീമിസ് ബാവ മൊബൈൽ ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, മറക്കരുത് ശനിയാഴ്ചത്തെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന്. വലിയ അഭിമാനം തോന്നി. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആളാണ് കർദിനാൾ എന്നോർക്കണം. ഒരു കത്തോലിക്ക സഭയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം നേരിട്ട് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന അഭിമാനം. ഞാനതിൽ 11 മണിക്ക് പട്ടം സെൻറ് മേരീസ് സ്കൂളിലെ വലിയ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് എന്നെ അതിശയിച്ചത്. ആ വേദി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. കുറഞ്ഞത് 10,000 പേര് കാണും. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സംഗ അടക്കം പ്രമുഖർ നിരന്നിരിക്കുകയാണ് വേദിയിൽ. കേരളത്തിലെ ഒട്ടുമിക്ക സഭാ സമൂഹങ്ങളുടെയും അധ്യക്ഷന്മാർ, അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് ബാവ, അങ്ങനെ അനേകം പേർ വേദിയിലുണ്ട്. പിന്നീട് നോക്കുമ്പോൾ സദസ്സിലെ മുൻനിരയിലെ VIP സീറ്റിൽ MLA മാരും MP മാരും ഒക്കെ ഇരിക്കുകയാണ്. UDF കൺവീനർ അടൂർ പ്രകാശും മന്ത്രി ബിന്ദു കൃഷ്ണയും ഒക്കെ സദസ്സിന്റെ മുൻനിരയിലുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലും സദസ്സിന്റെ മുൻനിരയിലേക്ക് എത്തി. ഇത്രയും പ്രൗഢഗംഭീരമായൊരു വേദിയും സദസ്സും ഞാൻ കണ്ടിട്ടേയില്ല. എന്നെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിച്ചത് വി ഡി സതീശന്റെ പ്രസംഗം ആദ്യമായി നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞതിലാണ്. ഇതിനു മുമ്പ് നമ്മൾ വി ഡി സതീശന്റെ പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് വി ഡി സതീശന്റെ പ്രസംഗം ആദ്യം കേൾക്കുകയാണ്. നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നത് പോലെ സകല മനുഷ്യരെയും കയ്യിലെടുത്ത് വിശ്വാസികളെ കൊണ്ട് ആർപ്പ് വിളിക്കുന്ന തരത്തിലാണ് സതീശൻ പ്രസംഗിച്ചത്. വളരെ വലിയ പ്രസംഗമായിരുന്നില്ല. അവസരത്തിനൊത്തുയർന്ന് ഒരു ചെറിയ പ്രസംഗമാണ് നടത്തിയത്. സതീശന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ പരാജയപ്പെട്ടാൽ പോലും ആ പ്രസംഗത്തിന്റെ ആധികാരികത അദ്ദേഹത്തെ കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുത്തും. അദ്ദേഹം പറഞ്ഞ്, ഞാൻ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, കൂടപ്പിറപ്പ് എന്ന നിലയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാണ്. വലിയ കയ്യടിയായിരുന്നു. നമുക്കെല്ലാം പ്രിയങ്കരനായ അഭിവന്ദ്യനായ കർദിനാൾ ക്ലീമീസ് ബാവ തിരുമേനിയുടെ ഈ രജത ജൂബിലി ആഘോഷങ്ങൾക്കായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ മുഖ്യമന്ത്രിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, അഭിവന്ദ്യ തിരുമേനിയുടെ ഒരു കൂടപ്പിറപ്പായിട്ടാണ്. ഞാൻ കാണാൻ ചെല്ലുമ്പോഴെല്ലാം സ്നേഹവാത്സല്യങ്ങൾ പകർന്നു തന്ന്, ആത്മവിശ്വാസം തന്ന്, എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഊർജം പകർന്നു തരുന്ന, അക്ഷരാർത്ഥത്തിൽ എൻ്റെ സഹോദര തുല്യനായ ഒരാളാണ് തിരുമേനി എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പരിചയപ്പെട്ടവർക്ക് എല്ലാവർക്കും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. പിന്നെ സകലരെ ഞെട്ടിച്ചുകൊണ്ട് ഏതൊരു ക്രൈസ്തവ മതപണ്ഡിതനെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ ബൈബിളിലേക്ക് കയറി പോവുകയാണ്. ക്ലീമിസ് പിതാവിനെ കാണുമ്പോൾ ഏഷ്യ പ്രവാചകന്റെ 60-ാമത്തെ അധ്യായമാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ദീർഘമായ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു. സത്യം പറയാമല്ലോ, വിശ്വാസം വരാത്തതുകൊണ്ട് ഞാൻ ഗൂഗിൾ ചെയ്തു നോക്കി. ആ 60-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം അങ്ങ് പറയുകയാണ്, സകലരെയും അതിശയിപ്പിച്ചുകൊണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് യെശയ്യാ പ്രവചനം 60-ാം അധ്യായമാണ്. അതിലിങ്ങനെ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കും, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും, യഹോവ നിന്റെ മേൽ ഉദിക്കും, യഹോവയുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ പ്രഭാവലയത്തിലേക്കും വരും, നീ തല ഉയർത്തി ചുറ്റും നോക്കുക, എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കലേക്ക് വരും, നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, നിന്റെ പുത്രിമാർ അവരെ പാർശ്വത്തിലാക്കി അവർ വരും, നീ അത് കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും, സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കലേക്ക് വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കലേക്ക് വരും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ദൈവത്തിൻ്റെ പ്രകാശം അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ആ പ്രകാശത്തിലാണ് അദ്ദേഹം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ അദ്ദേഹവുമായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളുമായി ചേർന്ന് നിൽക്കും. നോക്കൂ, ഇങ്ങനെ പറയാൻ ഒരു സുവിശേഷ പണ്ഡിതന് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എത്ര കൺവിൻസിംഗ് ആണ് സംസാരിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ കാതൽ പ്രകാശമാണ് എന്ന് പറഞ്ഞ്
അദ്ദേഹം ആ പ്രസംഗം കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാനത് മുഴുവൻ കേൾപ്പിക്കുന്നില്ല, അത് മാത്രം. ബൈബിളിനെ കുറിച്ച് വി ഡി സതീശൻ പലയിടങ്ങളിലും നടത്തുന്ന പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രസംഗമൊക്കെ ഏതൊരു ബൈബിൾ പണ്ഡിതനേക്കാൾ ആധികാരികമായി, എന്നാൽ കേട്ടിരിക്കുന്നവർക്ക് കോരിത്തരിപ്പുണ്ടാകുന്ന തരത്തിൽ വിശദീകരിക്കുമ്പോൾ ഏത് സാധാരണക്കാരൻ്റെയും ഹൃദയത്തിലേക്ക് സുവിശേഷം കയറി ചെല്ലുകയാണ്. അതേസമയം അദ്ദേഹം അടിയുറച്ച ഹിന്ദു വിശ്വാസിയാണെന്ന് ഓർക്കണം. ഹിന്ദു ആചാരങ്ങളിൽ കൃത്യമായി മുറുകുന്ന വിശ്വാസിയാണ്. പക്ഷേ ബൈബിളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അതിലെ സവിശേഷമായ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വിവേകം ഒരു രക്ഷയുമില്ലാതെ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് സതീശന് മുമ്പോട്ടുള്ള പോക്കെങ്കിൽ ഒരു സംശയവും വേണ്ട, ചിരകാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ സതീശൻ ഇരിക്കുമെന്ന് തീർച്ച. ഈ 5 വർഷക്കാലം അദ്ദേഹം കേരളത്തിൽ എല്ലായിടത്തും നടന്ന് ഇത്തരം ചടങ്ങുകളിൽ പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചായക്കട മാത്രമല്ല പെട്ടിക്കടയും ഉദ്ഘാടനം ചെയ്യുമെന്നാണ്. അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടവർക്ക് ഇദ്ദേഹത്തെ തള്ളിപ്പറയാൻ കഴിയില്ല. പ്രസംഗം ഒന്ന് മാത്രം മതി വി ഡി സതീശനെ ചിരകാലം കേരളത്തിൻ്റെ മനസാക്ഷിയിലേക്ക് ചേർത്ത് വയ്ക്കാൻ. ഈ ചടങ്ങിൽ ഞാൻ കണ്ട ഒരു അഭംഗി, ഈ പരിപാടിയുടെ സ്വാഗത പ്രസംഗകൻ മുൻ DGP ജേക്കബ് പുന്നൂസ് ആയിരുന്നു. അദ്ദേഹം കുറച്ചുകൂടി അച്ചടക്കം കാണിക്കേണ്ടതായിരുന്നു. വേദിയിലും സദസ്സിലും ഇരുന്ന സകലരെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ച് ഏറ്റവും അധികം സമയം അദ്ദേഹം കൈവശപ്പെടുത്തി. അത് അഭംഗിയായി തന്നെ നിഴലിച്ചു നിന്നു. കാരണം ഇത്രയധികം ആളുകൾ വേദിയിലുള്ളപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം പ്രസംഗിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. അതിനുശേഷം അവസരം കിട്ടിയത് അധ്യക്ഷനായിരുന്ന കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയായ കോഴിക്കോട് ബിഷപ്പ് മാർ ചക്കാലക്കൽ. അദ്ദേഹവും ഔചിത്യക്കുറവ് കാണിച്ചു. വേദിയിൽ അനേകം പേർ ഇരിപ്പുണ്ട് എന്ന് ചിന്തിക്കാതെ അദ്ദേഹം പ്രസംഗം നീട്ടി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ അഹങ്കാരം കുറച്ചൊക്കെ വന്നു എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഞാൻ ഒന്നാമനായി പ്രസംഗിക്കേണ്ട ആളായിരുന്നു, മുഖ്യമന്ത്രി ചോദിച്ചതുകൊണ്ട് ഞാൻ 2ാം സ്ഥാനത്തേക്ക് മാറി എന്നൊക്കെ പറഞ്ഞത് ഒരു അഹന്തയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിശയിക്കരുത്. മുഖ്യമന്ത്രിക്ക് വേഗം പോകാനുള്ളത് കൊണ്ട് ഞാൻ 2ാം സ്ഥാനത്ത് വന്നു എന്നേ ഉള്ളൂ. കാരണം ഒന്നാമതായിട്ട് എൻ്റെ പേരാണ് വെച്ചിരുന്നത്. മുഖ്യമന്ത്രി തന്നെ എന്നോട് ചോദിച്ചു, ഞാനൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൊള്ളട്ടെ എന്ന്. ഞാൻ നല്ല മനസ്സോടുകൂടി അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രസംഗിച്ച് പോകാൻ പറയുകയായിരുന്നു. മാത്രമല്ല മാർ ക്ലീമിസ് പിതാവ് അദ്ദേഹത്തെ കാണാൻ അവിടെ വരുന്നത് കൊണ്ട് അദ്ദേഹം ആശംസ അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അല്പം പൊങ്ങച്ചം കാണിച്ചത് അഭംഗിയായി തന്നെ എനിക്ക് തോന്നി. പിണറായി വിജയനെ കുറിച്ച് ദൈവതുല്യൻ എന്ന് വിശേഷിപ്പിച്ച മാർ ചക്കാലക്കൽ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. മാർ ചക്കാലക്കലിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോഴേ സംഘാടകർക്ക് പിടികിട്ടി പ്ലാൻ ചെയ്ത സമയത്ത് നിൽക്കില്ലെന്ന്. 3 മിനിറ്റ് എന്ന കർശന നിർദ്ദേശം കൊടുത്തു. പക്ഷേ എന്നിട്ടും പലരും അതിൽ കൂടുതൽ പ്രസംഗിച്ചു. മേഘാലയ മുഖ്യമന്ത്രി കോൺറോഡ് സംഗ്മ, വ്യവസായിയായ MA യൂസഫ് അലി, അന്ത്യോക്യയിൽ നിന്നെത്തിയ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ, മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ, അങ്ങനെ പോകുന്നു പ്രസംഗകരുടെ നിര. മന്ത്രി മുരളീധരൻ പറഞ്ഞത് താനിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന പദവിക്ക് താൻ ക്ലീമിസ് പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നതാണ്. ഞങ്ങളൊക്കെ ഇന്ന് എത്ര തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഓണക്കാലാണ്, നിങ്ങൾക്കറിയാം, MLA മാർക്കും MP മാർക്കും മന്ത്രിമാർക്കൊക്കെ ഉത്രാട പാച്ചലാണ് ഇപ്പോൾ. പക്ഷേ ഇവിടെ വന്ന് തിരുമേനിയെ മുഖം കാണിച്ചില്ലെങ്കിൽ പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകും എന്നറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് ഏതാണ്ട് കേരളം മൊത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നെ ഇവിടെ ഈ സ്ഥാനത്ത് എത്തിച്ചതിൽ പിതാവിനൊരു പങ്കുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, മുമ്പ് പറഞ്ഞതാണ്. ഏതായാലും അദ്ദേഹത്തിന് സർവശക്തൻ ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. ക്ലീമിസ് പിതാവിൻ്റെ മറുപടി പ്രസംഗം ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം വളരെ സരസമായാണ് സംസാരിച്ചത്. കല്ലറങ്ങാട്ട് പിതാവ് ഒഴിഞ്ഞു പോകുന്ന പിശാചുകളെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇവിടെയും ഇപ്പോഴും ചില പിശാചുകൾ ഉണ്ടെന്ന്. അതുപോലെ തരൂരിനോട് വിഷു കൈനീട്ടവും ചോദിച്ചു. അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് സത്യം പറയുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, ഒരനുഭവം, എൻ്റെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ 2 കാര്യം സംഭവിക്കുന്ന കാര്യം. ആദ്യത്തെ കാര്യം അങ്ങനെ നിൽക്കട്ടെ. 2ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, പിശാചുക്കൾ പുറത്തു പോകുന്ന അനുഭവം ഉണ്ടാകുന്നുവെന്നാണ്. സത്യമായി ഞാൻ പറയട്ടെ, ഇനിയും പിശാചുക്കൾ പോകാതെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MP ശശി തരൂർ, ഞങ്ങളുടെ MP, അദ്ദേഹം പറഞ്ഞു, കാട്ടാക്കടയിൽ നിന്ന് ഒരു ഹൈന്ദവ കുടുംബത്തിലെ അമ്മ
എനിക്ക് എല്ലാ വിഷുവിനും 10 രൂപ അയക്കുമായിരുന്നു. സത്യമാണ്. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ സവിനയം ഒരു കാര്യം ഉണർത്തിക്കുന്നു. ആ അമ്മ കഴിഞ്ഞ വർഷം മരിച്ചു. ഇനി വിഷുക്കൈ നീട്ടം ആര് തരും? ലോകമറിയുന്ന പാർലമെൻറ്റേറിയനും അത്യാവശ്യം 10 രൂപ എടുക്കാൻ വകുപ്പുള്ളവനുമായ നമ്മുടെ MP തരൂർ സാറ് അടുത്ത വിഷു മുതൽ അതിൻ്റെ തുക 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് സ്ഥിരമായി ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് അയച്ചു തരുന്നതാണെന്ന അദ്ദേഹത്തിൻ്റെ സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. അഞ്ച് പേജ് നന്ദി പ്രസംഗവുമായി വന്നെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അനുചിതമായതുകൊണ്ട് നീട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഔചിത്യബോധത്തോടെ മാർ ക്ലീമിസ് പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിച്ചു. ഞാൻ 5 പേജ് നന്ദി പറയാൻ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ആ ഫയൽ അവിടെ തന്നെ വെച്ചു. I thank you all for the friendship, the encouragement and the prayerful support that you have been extending me, not only since 25 years, but from my childhood onwards. ഞാനിവിടെ നിൽക്കുമ്പോൾ രാജ്യസഭ നിയന്ത്രിച്ചിട്ടുള്ള പ്രഗത്ഭനായ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഒരു കുഞ്ഞാടിനെ പോലെ ഈ മുൻനിരയിൽ കഴിഞ്ഞ 3 മണിക്കൂറായി ഇരിക്കുന്നത് കാണുമ്പോൾ ഐ ഹാവ് നോ റൈറ്റ് ടു സ്പീക്ക് ഫർദർ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസാധാരണമായ അനുഭവങ്ങളിലൊന്നായിരുന്നു വേദിയിലിരിക്കുന്നതിനേക്കാൾ ഏറെ പ്രമുഖർ സദസ്സിലിരുന്ന അതിമനോഹരമായ ഒരു ആഘോഷം. ക്ലീമിസ് ബാവയ്ക്ക് മെത്രാഭിഷേക രജത ജൂബിലിയുടെ അഭിനന്ദനങ്ങൾ.